ഹായ് ഫ്രണ്ട്സ്, മത്സ്യകൃഷിയിൽ വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മുക്കത്താണ്. മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണെന്ന്. കാരണം എന്താ വെച്ചാൽ മുക്കത്തൊരു നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ ഇവർ കാന്താരി ചിക്കനാണ് ഇവരുടെ സ്പെഷ്യൽ ഡിഷ്. ഇവർക്ക് നമ്മളെ തിലോപ്പിയ വെച്ചിട്ട് സ്പെഷ്യൽ ഒരു ഐറ്റം, അതായത് കാന്താരി പ്ലസ് തിലോപ്പിയ വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഡിഷ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുക. അപ്പോൾ ഈ ഒരു സാധനം ഇവരെ മെനുവിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ സാധനം കൊടുക്കാൻ കഴിയണം. ഒരു ദിവസം 2 ദിവസമോ മാത്രം ഇവർക്ക് ഈ ഒരു ഡിഷ് കൊടുത്താൽ പോരാ. ഇവർക്ക് ഇനി മുന്നോട്ടുള്ള കാലത്ത് അത്രത്തോളം ഇവർക്ക് ഈ ഡിഷ് കൊടുക്കാൻ കഴിയണം. അതിന് നമ്മൾ കർഷകരെ സൈഡിൽ നിന്ന് നല്ലൊരു പിന്തുണ അവർക്ക് വേണം. കാരണം നമുക്ക് മീൻ അവിടെ കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ മത്സ്യം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിലും അതുപോലെ തന്നെ അവർ എന്ത് ഡിഷാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വീഡിയോസും ബാക്കി കാര്യങ്ങളും ഈ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരിക്കും. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുക്കാൻ പോകുന്നതെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞുള്ള പോലെ നമ്മൾ ഒരുമിച്ചാണ് യാത്ര, കൂടെ ഉണ്ടായിരിക്കും. കൃഷി ചെയ്യുന്നവർക്ക് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റു, വെൽക്കം ടു അവർ വീഡിയോ വ്ളോഗ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനുള്ളത് ഇരവഴിഞ്ഞിപ്പുഴയുടെ പഴയ കടവിലാണ്. എൻ്റെ കൂടെ അംബാജ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ മിസ്റ്റർ ഹനീഫ ഇവിടെ ഉണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ് ഹായ് നമ്മളിപ്പോൾ ഈ അംബാജ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി? മുക്കത്ത് തുടങ്ങിയിട്ട് 3.5-4 വർഷത്തോളമായി. നമ്മൾ PC ജംഗ്ഷനിൽ അരീക്കോട് റോഡിൽ ചെറിയൊരു സ്ഥാപനമായിട്ട് വന്നതാണ്, ചെറിയൊരു ഔട്ട്ലെറ്റുമായിട്ട് വന്നതാണ്. അതിൻ്റെ സ്വീകാര്യതയിൽ ഞങ്ങൾ തന്നെ ഇവിടെ മുക്കത്ത് ബെൻഡ് പൈപ്പ് പാലം തിരുവമ്പാടി റൂട്ടിൽ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു കാറ്ററിംഗ് യൂണിറ്റും ഉണ്ട്. ഉഷാറായിട്ട് പോകുന്നു. ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു കോൺഫിഡൻറ്റ് കിട്ടിയത് എങ്ങനെയാണ്? മേഖലയിലേക്ക് ഇറങ്ങാൻ ഉള്ള കാരണം ഈ ഫുഡ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അതിനോടുള്ള മേക്കിങ്ങിനോടുള്ള എൻ്റെ ഒരു അതിയായ പാഷനാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്. ഞാൻ ഏകദേശം 2005 ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് ഈ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10ഓളം വർഷത്തോളം ഞാനൊരു 5-6 വർഷം പുറത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി നമ്മളെ നാട്ടിലും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തോളം ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്തു. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ വന്നിട്ട് 4 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ 3 സ്ഥാപനമുണ്ട്. ഒരു തട്ടുകട, ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ്, ഒരു കാറ്ററിംഗ് യൂണിറ്റും നിലവിൽ റണ്ണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പുതിയ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൊടുവള്ളിയിൽ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 30ഓളം പേര് ഞങ്ങളെ റെസ്റ്റോറൻറ്റിലും മറ്റും ജോലി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരോക്ഷമായിട്ട് ഏകദേശം ഞങ്ങളെ കാറ്ററിംഗ് യൂണിറ്റിലും മറ്റുമൊക്കെ ഒരു 10-50ഓളം പേര് നമ്മളെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഇവിടുത്തെ ഡിഷ് എന്താണ്? റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ തട്ടുകടയിലേക്കുള്ള പ്രധാന വിഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാസ്റ്റർ പീസ് കാന്താരി ചിക്കനാണ്. അത് നമ്മുടെ നാടൻ കാന്താരി മുളകിൽ ചെയ്യുന്ന ഒരു കല്ലിൽ നമ്മളെ തവയിൽ ഗ്രിൽ ചെയ്തിട്ട്, ഓയിലില്ലാതെ ഗ്രിൽ ചെയ്തിട്ട് കാന്താരി മുളക് അപ്ലൈ ചെയ്യുന്ന ഒരു നാടൻ വിഭവം. അതുപോലെ തന്നെ 10ഓളം നാടൻ ട്രഡീഷണൽ നമ്മുടെ പഴമയുള്ള, നമ്മളെ മലയാളിത്തമുള്ള പഴമയുള്ള നാടൻ ഫുഡുകളായ ഒരു 10ഓളം വിഭവങ്ങളാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്നത്. പക്ഷേ 1000-ൽ പരം വിഭവങ്ങൾ ഞങ്ങളെ കാറ്ററിംഗ് യൂണിറ്റുകളിൽ ഞങ്ങൾ വിളമ്പുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് സെലക്റ്റീവായിട്ടുള്ള 10ഓളം വിഭവങ്ങൾ മാത്രമാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്നത്. അത് ഒന്നിനൊന്ന് സെലക്റ്റീവാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ 3.5-4 വർഷത്തോളമായി ഞങ്ങൾ ഈ സാധനം വിളമ്പുന്നു. അത് ഞങ്ങൾ തുടങ്ങിയ അന്നും ഇന്നും ഒരേ സ്വീകാര്യത ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിനുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണവും. ചിക്കൻ കാന്താരി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അതുപോലെ ഇപ്പോൾ എന്താണ് തിലോപ്പിയക്ക് ഇപ്പോൾ എന്താ ഇത്ര ഡിമാൻഡ് എന്ന് പറയാൻ കാരണം?
ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കാന്താരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കാന്താരി മുളക്, നമ്മളെ ചീരാപ്പറങ്കി മുളക്, ആ മുളക് അരച്ചിട്ടുള്ള അത് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ചിക്കനാണ് ഞങ്ങൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ കാന്താരിയുടെ പിന്നെ ഔഷധ ഗുണമൊന്നും ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ നാട്ടിലെ കുപ്പത്തൊട്ടിലെ മാണിക്യം എന്നറിയുന്ന അത്രയും ഔഷധ ഗുണമുള്ള ഒരു സാധനമല്ലേ നമ്മൾ കാന്താരി. ഈ കാന്താരി മുളക് അപ്ലൈ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ചിക്കൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കണക്കിന് തന്നെ ഇപ്പോൾ ഇനി ഞങ്ങൾ അത് കണക്കിന് ആ സംഭവത്തിന് ഞങ്ങൾക്ക് എത്രത്തോളം സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മുക്കത്തുകാർക്ക് നന്നായിട്ട് അറിയാം, മുക്കത്തുകാരോട് ചോദിച്ചാലും അറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ ഇനി പിന്നെ നമ്മൾ തിലോപ്പിയിൽ ഒരു വിഭവം ഞങ്ങൾ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ആ തിലോപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന തിലോപ്പിയെല്ലാം നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ അക്വാപോണിക് അതേപോലെ അക്വാകൾച്ചർ രീതിയിൽ വളർത്തിയെടുക്കുന്ന ക്ലിയർ വെള്ളത്തിൽ വളർത്തിയെടുക്കുന്ന വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പിന്നെ അതിൻ്റെ മത്സ്യത്തിന് കൊടുക്കുന്ന മത്സ്യത്തീറ്റ മാത്രം ഇട്ട് കൊടുത്തിട്ട് അതേപോലെ ഇലകളും മറ്റും വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്ലിയർ വെള്ളത്തിൽ വളരെ ടേസ്റ്റായിട്ടുള്ള രീതിയിൽ നമ്മളെ ചെറിയ പോണ്ടുകളിലും ഒരു അര സെൻറ്റിലും 1 സെൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരുപാട് കർഷകർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിൽ ഞങ്ങൾ ഇത് പിന്നെ ചെയ്ത് നോക്കി വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള അതേപോലെ തന്നെ നമുക്ക് വിഷം തീണ്ടാത്ത അങ്ങനെയുള്ള ഒരു മത്സ്യം ആ മത്സ്യത്തിനെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ട്. അത് ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പിന്നെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സമുദ്രക്കനെ ഞങ്ങൾ ബന്ധപ്പെടുന്നതും. കാരണം സമുദ്രക്ക ഈ നമ്മളെ മത്സ്യബന്ധനവുമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്ത മനുഷ്യനാണ്, എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ പുള്ളിക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പുള്ളിനെ പിന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതും. അതിൻ്റെ കാരണം ഇതാണ്, എനിക്ക് ഈ തിലോപ്പി കാരണം നമ്മളെ ഈ പ്രദേശത്ത് വളരെ കുറവാണ്, വീടുകളിലും മറ്റൊക്കെ കുറവാണ്. അപ്പം എനിക്ക് ഈ പിന്നെ ഫുൾ ടൈം അതായത് 365 ദിവസം എനിക്ക് ഈ സംഭവം സുലഭമായിട്ട് കിട്ടണം, ഞങ്ങളെ സൈസിനും അതോടൊപ്പം തന്നെ ഈ ടേസ്റ്റിലും വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ വളർത്തിയെടുക്കുന്ന വേസ്റ്റൊന്നും ഇടാത്ത ഈ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് പിന്നെ മാർക്കറ്റാക്കാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം അത് നിങ്ങൾക്ക് പിന്നെ അറിയണമെങ്കിൽ ഞങ്ങളെ സ്ഥാപനത്തിലൊന്ന് വന്നിട്ട് ഒരു പോർഷൻ നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ നിങ്ങളടുത്ത് ആരടുത്തും കാന്താരി മുളക് ഉണ്ടെങ്കിൽ എത്ര കിലോനുണ്ടെങ്കിലും ഞങ്ങൾ എടുക്കും. അതോടൊപ്പം ഈ ക്ലിയർ മീനും അത് എത്രയും ഞങ്ങൾ ശേഖരിക്കും. അത് ശേഖരിച്ച് 365 ദിവസം വിഷരഹിതമായിട്ടുള്ള മത്സ്യം അംവാജിൻ്റെ മസാലക്കൂട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. നിലവിൽ നമ്മുടെ തിലോപ്പിയ മാർക്കറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് എടുക്കാനുള്ളൊരു തീരുമാനം? തിലോപ്പി മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ആ തിലോപ്പിയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അക്വാപോണിക് അക്വാകൾച്ചറിൽ കൃഷി രീതിയിൽ വളർത്തിയെടുക്കുന്ന വളരെ ക്ലിയർ വെള്ളത്തിൽ വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല, ചേറ് ചൊവ്വയൊന്നും ഇല്ലാതെ വളർത്തിയെടുക്കുന്ന മീൻ. ആ മീനിലാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങളെ ഡിഷ് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനം അതിനേക്കാളും വില കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും നല്ല ഭക്ഷണം നല്ല സാധനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിലവിലുള്ള ഇവിടെ മാർക്കറ്റിലൊന്നും കിട്ടുന്ന മീൻ വാങ്ങിയിട്ട് ചെയ്യാതെ ഈ കർഷകരിൽ നിന്ന് തന്നെ നേരിട്ട് അത് എടുത്ത് കർഷകരിൽ നേരിട്ട് എടുക്കുമ്പോൾ കർഷകർക്കും ഞങ്ങൾക്കും എല്ലാം ഇതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാവും. ഫ്രണ്ട്സ്, നമുക്കിനി കുക്കിംഗ് സെക്ഷനിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ മീനിപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? മീനിപ്പോൾ മാരിനേഷൻ ചെയ്ത് ഞങ്ങളൊരു അരപ്പ് മാരിനേഷൻ സാധാരണ രീതിയിൽ മീനിടുന്ന പോലെ തന്നെ അത് ഞങ്ങളുടെ സ്റ്റൈലിൽ ഒരു അരപ്പ് ശരിക്കും ഞങ്ങൾ മീൻ അരപ്പ് എന്ന് തന്നെ പറയും. അങ്ങനെയുള്ള ഒരു മാരിനേഷൻ ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ പിന്നെ കട്ടിങ് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഫില്ലറ്റ് ചെയ്തേക്കുന്നത് കാണാം. അതായത് ഈ ഒരു രീതിയിലേക്കാണ്
ഓക്കെ ഫുള്ളായിട്ട് ഒന്നും ഇതിനകത്ത് വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ശരിക്ക് പിന്നെ എന്താ പറയുക ഇത് ഫില്ലറ്റ് ചെയ്തേക്കുന്ന ഇത് ഒട്ടിച്ച് വെച്ചതൊന്നുമല്ല രീതിയിലാണ് ഇത് ഈ പുള്ളിക്കാരനാണ് ചെയ്തത്. ഇത് ആണ് ഞങ്ങൾ അമ്പാദിൻ്റെ പിന്നെ ഷർഫുദ്ദീൻ ഓക്കെ എൻ്റെ ഒരു സ്വന്തം കൂടെയാണ്. ഞങ്ങൾ ഈ മേഖലയിൽ ഒരുമിച്ച് വന്നവരാണ്. ഓക്കെ. ഇതിപ്പോൾ എത്ര സമയം ഈ അരപ്പ് തേച്ച് പിടിപ്പിച്ച് വെക്കണം? ഇത് പിന്നെ ഒരു മിനിമം ഒരു 1 hour. 1 hour അല്ലേ? ഓക്കെ. മീനായതുകൊണ്ട് അധികം ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പിടിച്ചു. ഇനിയിപ്പോൾ എന്താ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്? ഇതിനെ ജസ്റ്റ് വളരെ നോർമലി ചെറിയ ഓയിലിൽ ഒരു പിന്നെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. കല്ലുകൾ ഗ്രിൽ ചെയ്തിട്ട് വളരെ ചെറിയ പിന്നെ ഇത് മതി. കാര്യമായിട്ട് ഓയിലി ആയിട്ടൊന്നും നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. ഓയിലി ആയിട്ടുള്ള ഒരു ഡിഷും അല്ല. കല്ലുകൾ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചിട്ടെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? കാര്യമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഒരു അരപ്പ് മസാലയുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഇതിന് ചെറിയൊരു കോക്കനട്ടിലൊരു ചെറിയ ഒരു ഗാർണിഷ് ഇടുന്നുണ്ട്. അതായത് സിമ്പിളിയാണ് അത്. ഒത്തിരി പിന്നെ ഒരുപാട് പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പാടമിച്ച് നമുക്ക് നാടൻ സ്റ്റൈല് നമ്മൾ വീട്ടിലെന്താണോ ഉപയോഗിക്കുന്നത് അത് ആ ടൈപ്പ് സാധനം. അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ കണ്ടമാനം വേറെ ഒരു സംഭവങ്ങളും ഇല്ല. നമ്മളെ സ്റ്റൈലും നമ്മൾ കൊടുക്കുന്ന പിന്നെ ഇതൊന്നുമല്ല ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞ പോലെ ഈ അക്വാകൾച്ചർ ഫിഷ് ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് പിന്നെ ആരോഗ്യപ്രദമാണ്, വിഷരഹിതമാണ്. ഇപ്പോൾ ഈ സാധനത്തിന് ഞങ്ങൾ ഇതിനെ ജീവനുള്ള സാധനമാണ്. ഇത് തട്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മസാല എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും നമ്മൾ ഫ്രീസിങ് ചെയ്ത് 10 ദിവസം 15 ദിവസം വന്ന മീനുകളാണ് നമ്മളിപ്പോൾ എല്ലാവരും അറിയുന്നത്. അതിനുപരി നല്ല ഫിഷ് കൊടുക്കാൻ പറ്റും. അതാണ് ഞങ്ങൾ നിങ്ങളിലേക്കൊക്കെ ഇത് എത്തിയത്. പിന്നെ നമ്മുടെ ഫിഷ് പിന്നെ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഞങ്ങൾ മൊരിച്ചതെന്നാണ് ഇതിന് ആഡിങ് കൊടുത്തിരിക്കുന്നത്. ഫിഷ് മൊരിച്ചത് ഓക്കെ. പിന്നെ ഏകദേശം കുക്കായിട്ടുണ്ട്. ജസ്റ്റ് 5 minutes. ആവശ്യം
ഓക്കെ. ഫ്രണ്ട്സ്, നമ്മുടെ പ്രിയപ്പെട്ട തിലോപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുമ്പ് നമ്മൾ അശ്വിൻ അരവിന്ദിൻ്റെ അവിടുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് തിലോപ്പിയുടെ ടേസ്റ്റിനെ കുറിച്ച്. ഇതിൽ നമ്മളിതിൻ്റെ മാംസത്തിന് സെയിം ടേസ്റ്റ് ആണെങ്കിലും നമ്മളുടെ ഇതിൽ മേക്കിങ്ങിൽ വന്നിട്ടുള്ള ഡിഫറൻസ് ശരിക്കും അറിയുന്നുണ്ട്. അവിടെ വേറൊരു ഐറ്റത്തിൽ ചെയ്തിരുന്നത്. ഇവിടെ ഈ എരിവ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് നിങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ, മത്സ്യം വളർത്തുകയാണെങ്കിൽ ഇവരെ പോലുള്ള ബിസിനസ്സുകാർ തീർച്ചയായിട്ടും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ, അതായത് നിങ്ങളുടെ വിപണി കണ്ടെത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്കനെ സമീപിക്കുക. ഇക്കനെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പ്രത്യേകം പറയുകയാണ്, നല്ല രീതിയിൽ നിങ്ങൾ മത്സ്യം വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടിയിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൃഷിയൊക്കെ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാലും ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ട് വേറെ. അപ്പോൾ ഈ ഹോട്ടലിൽ പ്രധാനമായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാലും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ മത്സ്യം നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ വളർത്തിയ മത്സ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇക്കനെ വിളിക്കാം. ഇക്കടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം.